എറണാകുളം പോലീസ് സ്റ്റേഷൻ നോർത്തിലെ CI പ്രതാപചന്ദ്രൻ ഒരു ഗർഭിണിയായ യുവതിയെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ നമ്മളെല്ലാം കണ്ട് ഞെട്ടിയിരിക്കുകയാണ്. അന്വേഷിച്ചപ്പം ഇദ്ദേഹത്തിൻ്റെ സ്ഥിരം പരിപാടിയാണ് ഇങ്ങനെ സിനിമ സ്റ്റൈലിൽ സാധാരണക്കാർ എന്നാളൊരു സ്വിഗ്ഗി ഡെലിവറി ബോയ് ഉപദ്രവിക്കുന്നു. യൂണിഫോം എടുത്തില്ല. നമ്മുടെ മോഹൻലാലും സുരേഷ് ഗോപിയൊക്കെയാണെന്നാണ് പുള്ളിയുടെ വിചാരം. ഒരു ടീഷർട്ടൊക്കെ ഇട്ട് വന്നിട്ട് ഭയങ്കര ഷോ ആണെന്നാണ് അറിവ്. ഇനിയാണ് എന്റെ ഷോ. നേരത്തെ പോലീസ് മർദ്ദനം മൊബൈലിൽ ചിത്രീകരിച്ചതിനെ തുടർന്ന് കസ്റ്റഡിയിലെടുത്ത യുവാവിനെ തിരക്കിലെത്തിയ ഗർഭിണിയായ യുവതിക്കാണ് അതിക്രൂരമായ ഒരു മർദ്ദനം. എത്രത്തോളം ഇങ്ങനെയുള്ള ഉദ്യോഗസ്ഥർ എത്രത്തോളം വൃത്തികേടുകൾ കാണിച്ചാലും നമുക്ക് കോടതിയുടെ മുമ്പിൽ തെളിവുകളാണ് ആവശ്യം. വെറും ആരോപണങ്ങൾ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല. ഈ പരാതിക്കാരിയോടൊപ്പം നമ്മളെല്ലാം നിൽക്കാൻ കാരണം തന്നെ ആ CCTV ഫുട്ടേജാണ്. ആ CCTV ഫുട്ടേജ് എങ്ങനെ കിട്ടി എന്നുള്ളത് വലിയൊരു ചോദ്യചിഹ്നമാണ്. രണ്ട് രീതിയിൽ ചെയ്യാൻ പറ്റും. ഒന്ന്, റൈറ്റ് ടു ഇൻഫർമേഷൻ ഓഫീസർക്ക് പരാതി കൊടുക്കുക. അവിടെ നിന്നും തന്നില്ലെങ്കിൽ നമുക്ക് റൈറ്റ് ടു ഇൻഫർമേഷൻ കമ്മീഷനിൽ കൊടുക്കാം. പക്ഷേ ഇതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ 30-60 ദിവസത്തെ നിയമപരമായ സമയം അവർക്ക് അനുവദിക്കും. ഇതിനിടയ്ക്ക് അവർ CCTV ഫുട്ടേജ് മാറ്റുകയൊക്കെ ചെയ്യും. നിങ്ങൾ ഈ സംഭവം നടന്ന എത്രയും പെട്ടെന്ന് ഒരു മജിസ്ട്രേറ്റ് കോടതിയെ സമീപിച്ച് ആ പരാതിക്കാർക്ക് കൊടുക്കേണ്ടതാണ് എന്ന് പറയുന്ന ഒരു ഓർഡർ മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്ന് വാങ്ങിക്കണം. ഈ മജിസ്ട്രേറ്റിന്റെ ഉത്തരവിനെ പോലീസ് അധികാരികൾ ലംഘിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഒട്ടും നോക്കിക്കേണ്ട, എത്രയും പെട്ടെന്ന് ഹൈക്കോടതിയിൽ പോവുക. ഹൈക്കോടതിയിൽ നിന്ന് റിട്ട് പെറ്റീഷൻ ഫയൽ ചെയ്ത് ഇത് നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ്. അങ്ങനെ നിങ്ങളെ പലരും പറഞ്ഞ് പ്രലോഭിപ്പിക്കും, പലരും പറഞ്ഞ് നിരുത്സാഹപ്പെടുത്തും. വിട്ടുകൊടുക്കരുത്. പോലീസ് ഓഫീസേഴ്സാണ്. അവർക്കെതിരെ നിങ്ങൾ നീങ്ങിയില്ലെങ്കിൽ പകരം സ്റ്റേഷൻ അടിച്ചു തകർത്തതിനും പോലീസുകാരന്റെ മൂക്കാൻ വണ്ടി ഇട്ട് പൊട്ടിച്ചെന്നൊക്കെ പറഞ്ഞ് കള്ളക്കേസുകൾ വരാൻ സാധ്യതയുണ്ട്. അവർ കേസുകൾ ഫയൽ ചെയ്യുന്നതിന് മുമ്പേ തന്നെ നിങ്ങൾ ഇത്തരത്തിലുള്ള നടപടികൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവരുടെ കള്ളക്കേസിൽ നിന്ന് രക്ഷപ്പെടാമെന്ന് മാത്രമല്ല, അവർക്കെതിരെയുള്ള നിയമ നടപടികൾ സ്ട്രോങ് ആക്കാനും അവസാനം വരെയും പോരാടി കഴിഞ്ഞാൽ അവർക്കെതിരെ ശിക്ഷ നേടിക്കൊടുക്കാനും കഴിയും. ഇതിന്റെ അവസാനം എന്ന് പറയുന്നത് എനിക്ക് നല്ല അനുഭവങ്ങളായിട്ട് പറയാണ്. ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാർ അവസാനം വരെയും പിടിച്ചു നിൽക്കും. ഒരു രക്ഷയില്ലാതെ കാട്ടാക്കി നിൽക്കും. അവസാനം നിങ്ങളുടെ രാത്രി പകലൊന്നില്ലാതെ നിങ്ങളുടെ വീട് കയറി ഇറങ്ങി കൈയും കാലും വിട്ട് എങ്ങനെയെങ്കിലും കേസ് ഒതുക്കാൻ നോക്കും. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. പക്ഷേ അതുവരെ എത്തിക്കുന്നതിന് വേണ്ടി തെളിവ് ആവശ്യമാണ്. വക്കീൽ ഇങ്ങനെയൊക്കെ പറയാം. നമ്മൾ കളിക്കാൻ പോണതേ പോലീസ് ഏമാന്മാരോട് കൂടിയാണ്. അമ്മാരത്ത് നിയമവും കാര്യങ്ങളും പറയാൻ ചെന്നാൽ മുക്കാലി കെട്ടിയിട്ട് അടിക്കും. നട്ടലിൻ്റെ സ്ഥാനത്ത് വാഴപ്പിണ്ടി ഉള്ളവന്മാർക്ക് അടിയും കിട്ടി വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങാം. ഇത് അങ്ങനെയുള്ളവർക്കുള്ള വീഡിയോ അല്ല. നട്ടലിൻ്റെ സ്ഥാനത്ത് സാക്ഷാൽ നട്ടല് തന്നെ ഉള്ളവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണിത്.